ഒമാനിൽ ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടം തകർന്ന് 4 കുട്ടികൾ മരിച്ചു. പുസ്കത്ത് വിലായത്തിൽ ആണ് അപകടമുണ്ടായത്. ഒമാനിൽ മഴക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം ഇതോടെ 9 ആയിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ദുബായിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. റഹീസ്, 9 പേർ മരിച്ചിരിക്കുന്നു മഴക്കെടുതിയിൽ. എന്താണിപ്പോൾ രാജ്യത്തെ സാഹചര്യം? ഇതിൽ മലയാളികൾ കൂടി ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ഇതിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള 9 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് 4 കുട്ടികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഏറ്റവും സങ്കടകരമായ വിവരം അല്പസമയം മുമ്പാണ് പുറത്തു വന്നത്. ഈ അപകടം കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 ദിവസമായി ഒമാനിൽ കാര്യമായ മഴയുണ്ട്. അപ്പോൾ ഈ മഴ അതുമായി ബന്ധപ്പെട്ടുണ്ടായ അപകടങ്ങൾ, ഇതിലാണ് 9 മരണമുള്ളത്. ഇതിൽ തന്നെ റുസ്താഖ് വിലായത്തിലെ അൽ ഹൈംലി പ്രദേശത്ത് ഒരു പഴയ കെട്ടിടം തകർന്നു വീണാണ് 4 കുട്ടികൾ മരിച്ചിരിക്കുന്നത്. ഈ കെട്ടിടത്തിൽ ആകെ 7 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 3 കുട്ടികൾക്ക് സാരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. ഇതൊരു ഉപേക്ഷിക്കപ്പെട്ട പഴയ കെട്ടിടമായിരുന്നു. അപ്പോൾ ഈ കെട്ടിടത്തിലാണ് കുട്ടികൾ കളിച്ചുകൊണ്ടിരുന്നത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അതിനപ്പുറത്തേക്ക് ഏറ്റവും പുതുതായി ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. നേരത്തെ 2 പാലക്കാട് സ്വദേശികൾക്ക് ജീവൻ നഷ്ടമായിരുന്നു ഈ അപകടവുമായി ബന്ധപ്പെട്ട്. അതായത് പാലക്കാട് തൃത്താല സ്വദേശി ലുബിഷാദ്, ഒപ്പം തന്നെ സുഹൃത്ത് യൂസഫ് എന്നിവർ ഉൾപ്പെട്ടിട്ടുള്ള ഒരു അപകടം. അതിൽ ഈ യൂസഫിനും ഒപ്പം തന്നെ ലുബിഷാദിന്റെ ഭാര്യയായിട്ടുള്ള ഷംല, ഇവർക്ക് ജീവൻ നഷ്ടമായിരുന്നു. ഇവരുടെ മൃതദേഹം ഇന്ന് രാത്രി 2 മണിയോടുകൂടി ഒമാനിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുവരും എന്നുള്ള ഒരു അറിയിപ്പ് കൂടി ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകെ ഉണ്ടായിരിക്കുന്ന മരണം 9 ആണ്. ഇപ്പോഴും നിരവധി പ്രദേശങ്ങളിൽ മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ തെക്കൻ ബാത്തിന മേഖലകളിൽ മസ്കറ്റിലൊക്കെയും കാര്യമായി തന്നെ മഴയുണ്ട്. നാളെ ഉച്ചവരെ മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത്. ഈ താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെയും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇവിടെ ഈ മഴ കുറഞ്ഞ പ്രദേശങ്ങളിൽ പോലും ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട്. പക്ഷെ അത് പൂർണ്ണമായും അവിടെ നിന്നും വെള്ളം മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒമാനിൽ മഴക്കെടുതി രൂക്ഷമാണ്. മലയാളികൾ ഉൾപ്പെടെ 9 പേരുടെ മരണമാണ് നിലവിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.